പക്ഷെ എടുത്തി കാണാതായാലോ? ഞാൻ മോളോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താമ്മേ? അല്ല, മോൾ എങ്ങനെ ഈ വിഷമങ്ങളൊക്കെ ഒതുക്കുന്നേ? അതിന് എനിക്ക് ദുഃഖമൊന്നുമില്ലമ്മേ. മോള് സത്യം പറ, അമ്മയുടെ മുഖത്ത് നോക്കി പറ. എത്ര ദിവസമായി കൊതിച്ചിരുന്നതാ എല്ലാവരുടെയും മുമ്പിൽ വെച്ചുള്ള നിങ്ങളുടെ താലികെട്ട്. എന്നിട്ടിപ്പോ ജോത്സ്യൻ 1 വർഷം കഴിഞ്ഞിട്ടേ താലികെട്ട് പാടുള്ളൂ എന്ന് പറഞ്ഞു. മോളുടെ മനസ്സ് എത്രമാത്രം തകർന്നിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയാം. മോള് കുറെ നല്ല വാക്കുകൾ പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിച്ചില്ലേ? അതുപോലെ ഞാനും പറയാം, മോളുടെ വിഷമമൊക്കെ മാറും. നമുക്ക് ചില അമ്പലങ്ങളിൽ ചെന്ന് ചില പൂജകളൊക്കെ ചെയ്യണം. എന്നിട്ട് തിരുമുൽപ്പാടിനെ ഒന്നുകൂടി ഒന്ന് കാണണം. എന്നാ മോള് ചെന്ന് കിടന്നു. അമ്മേനെ വിഷമിക്കുന്ന കാര്യമൊന്നും ആലോചിക്കില്ലല്ലോ? ഇല്ല, മോള് ചെല്ല്. ശ്യാമ ആകെ തകർന്നിരിക്കുക. ഉള്ളു നീറുന്ന എനിക്കറിയാം. പാവം. ശ്യാമേ, എന്താ സർ? അത് ശരി, എന്താന്ന് എന്നോട് ചോദിക്കാണോ? ഞാൻ തന്നോട് അങ്ങോട്ടാ ചോദിക്കുന്നേ. എന്താ, എന്തു പറ്റി? നമ്മുടെ താലികെട്ട് ചടങ്ങ് മാറിയതിന്റെ വിഷമാണോ? എടോ ശ്യാമേ, ഇതിപ്പോ ചുമ്മാ എല്ലാവരും കൂടി പറഞ്ഞുണ്ടാക്കിയ താലികെട്ടല്ലേ? പിന്നെ ജോത്സ്യം പറഞ്ഞത് അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. എടോ, നമ്മുടെ ദിവസങ്ങൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ. സാറിന്റെ ആഗ്രഹങ്ങള് അതൊക്കെ സാധിക്കാതെ. നിർത്ത് മതി. തന്റെ സന്തോഷ എന്റെ സന്തോഷം. താൻ സന്തോഷമായിട്ടിരിക്കാന്നുള്ളതാ എന്റെ ആഗ്രഹം. വിവേക് വിളിക്കുന്നുണ്ട്. വിവേക്. അഖിലേ, നമുക്ക് ശ്യാമയുടെ പുതിയ പാട്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം. വിവേക്, നീ കാര്യങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? അന്നത്തെ ചടങ്ങ് നടന്നില്ല. ശ്യാമ ആകെ അപ്സെറ്റാ. അതറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വിളിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ട് തന്നെയാ പറയുന്നേ. എത്രയും വേഗം ശ്യാമ പാട്ടിലോട്ട് വരണം. എനിക്കറിയാം ശ്യാമ ആകെ അപ്സെറ്റ് ആയിരിക്കും. ആ ദുഃഖത്തിൽ നിന്ന് ശ്യാമയെ മാറ്റി ആകെ ലൈവ് ആക്കണം. അതിന് പാട്ട് മാത്രമേ ശ്യാമയെ സഹായിക്കൂ. 2 ദിവസത്തിനുള്ളിൽ പുതിയ പാട്ട് പാടിക്കണം. വിവേകേ, പാട്ടിന്റെ കാര്യമൊക്കെ നമുക്ക് കുറച്ച് സാവകാശം ആലോചിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം ചെയ്യ്, ഫോൺ ശ്യാമയ്ക്ക് കൊടുക്ക്. ഹലോ. ശ്യാമ, കൃഷ്ണ തുളസിയുടെ 2ാമത്തെ പാട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യണം. വിവേക്, പാട്ടിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. പാട്ടിനെ കുറിച്ചല്ലാതെ മറ്റെന്ത് കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ശ്യാമയോട് സംസാരിക്കേണ്ടത്? ശ്യാമേ, ശ്യാമ പാടാനായിട്ടാ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നേ. ദൈവം ശ്യാമയെ ഇങ്ങോട്ട് അയച്ചത് പാട്ടിലൂടെ മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കാനാ. പക്ഷെ ചില സാഹചര്യങ്ങൾ കാരണം ശ്യാമ പാട്ടുകാരിയാണെന്നുള്ള സത്യം പലരിൽ നിന്നും മറച്ചു വെക്കേണ്ടി വന്നു. അതൊക്കെ ക്രമേണ നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ.
ഈ ഒളിച്ചുകളിയൊക്കെ നമുക്ക് അവസാനിപ്പിക്കണം. വിവേക് പറയുന്നതൊക്കെ സത്യം തന്നെയാ. പക്ഷെ പല കാര്യങ്ങളിലും പെട്ട് എന്റെ മനസ്സ് ഡള്ളായിട്ടിരിക്കുക. എന്ത് പല കാര്യങ്ങൾ? അന്നത്തെ ചടങ്ങ് മുടങ്ങിയതാണോ? നിങ്ങളുടെ കല്യാണം എന്നേ കഴിഞ്ഞതാണ്. അതിനി പ്രത്യേകിച്ചൊരു താലികെട്ട് കൂടി വേണ്ട. നിങ്ങള് ദൈവം കൂട്ടിച്ചേർത്തവരാ. അതിലും വലുതൊന്നും അല്ലല്ലോ ഭൂമിയിലെ താലികെട്ടും ചടങ്ങുവന്നു. സത്യത്തിൽ ശ്യാമ കമ്പനിയുടെ ഉദ്യോഗം തന്നെ ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. ശ്യാമ മുഴുവൻ സമയവും പാട്ടിൽ തന്നെ ശ്രദ്ധിക്കണമായിരുന്നു. ഈ ശശികുമാർ എന്നൊരു മ്യൂസിക് ഡയറക്ടറെ ശ്യാമയ്ക്ക് അറിയോ? അറിയാം. ശ്യാമ ശശികുമാറിന്റെ ശിക്ഷണത്തിൽ സംഗീതം പരിശീലിച്ചു തുടങ്ങണം. ശശികുമാർ സാറിന്റെ കീഴില് സംഗീതം പരിശീലിക്കാനോ? അതൊക്കെ എളുപ്പത്തിൽ സാധിക്കുമോ? ബാക്കി കാര്യങ്ങളൊക്കെ അഖില് പറയും. ശ്യാമ ശശികുമാറിന്റെ കീഴിൽ സംഗീതം പരിശീലിക്കും. കൂടുതൽ ഉയരങ്ങളിലോട്ട് എത്തുകയും ചെയ്യും. കൃഷ്ണതുളസിയുടെ പാട്ട് എത്രയും പെട്ടെന്ന് അപ്ലോഡും ചെയ്യും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ വിളിക്കാം. വിവേക് പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഒരു തിരിഞ്ഞു നോട്ടവും സംശയവും ഒന്നുമില്ല. മനസ്സിലായില്ലേ? നിന്റെ ഇഷ്ടദൈവം അല്ല, എന്റെയും ഇഷ്ടദൈവ നിന്റെ മുന്നിലുള്ളത്. ഈ ദേവനെ നോക്കി നീ പറയ. 100% ആത്മാർത്ഥതയോടെ സംഗീതത്തിനായി നീ ഇറങ്ങുമെന്ന്. സംഗീതത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കാൻ പോവാ. സാർ എവിടെ? ഈ സമയങ്ങളില് ശശികുമാർ സാറ് സാധാരണ എവിടെ ഉണ്ടാവുക? അങ്ങനെ പറഞ്ഞ. വാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വാദാപി ഗണപതിം ഭജേഹം വാദാപി ഗണപതിം. ദേശാമേ, വാ. വാദാപി ഗണപതിം ഭജേഹം വാദാപി ഗണപതിം ഭജേഹം. സർ, ഞങ്ങള് സാറിനെ കാണാൻ വന്നതാ. ഞാൻ അഖിൽ. ഇത് എന്റെ ഭാര്യ ശ്യാമ. സാർ ഇവിടെ വൈകുന്നേരങ്ങളിൽ വരുമെന്ന് സാറിന്റെ ഒരു ശിഷ്യൻ പറഞ്ഞറിഞ്ഞു. അങ്ങനെ ഞങ്ങള് സാറിനെ കാണാൻ വന്നേ. എന്താ കാര്യം? എന്റെ ഭാര്യ ശ്യാമ സംഗീതത്തിൽ താല്പര്യമുള്ള ആളാ. ശ്യാമ നന്നായിട്ട് പാടും. അങ്ങേപ്പോലൊരാളുടെ ശിഷ്യയായിട്ട് സംഗീതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്യാമയെ ശിഷ്യയായിട്ട് സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കാൻ വന്നതാ. ക്ഷമിക്കണം, എനിക്ക് ഒരുപാട് സംഗീത ക്ലാസ്സുകളും യാത്രാ പരിപാടികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ ആരെയും ശിഷ്യരാക്കുന്നില്ല. ക്ഷമിക്കുക. സർ, അങ്ങയുടെ ശിഷ്യാവാൻ ഭാഗ്യം കിട്ടുമെന്ന് കരുതിയാ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളെപ്പോലെ ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലാവരെയും ശിഷ്യരാക്കാൻ പറ്റുമോ? അതുമല്ല, സംഗീതത്തിന്റെ ബാലപാഠം മുതൽ പറഞ്ഞു തരാനുള്ള സമയവും സാവകാശവും എനിക്കില്ല. നിങ്ങൾ മറ്റാരെങ്കിലും പോയി കാണൂ. സർ, അങ്ങനെ പറയരുത്. ശ്യാമയ്ക്ക് ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഓഹോ, എന്നുവെച്ചാ സംഗീത സാഗരം അങ്ങ് കീഴടക്കിന്നാണോ ഭാവം? അങ്ങനെയല്ല സർ. ഒരുപാട് കേമന്മാരെ കാണുന്നുണ്ട്. ത്യാഗരാജ സ്വാമി എന്നും പറഞ്ഞാ വരവ്. പാട്ട് തുടങ്ങുമ്പോൾ അറിയാം സരിഗമ പോലും പഠിച്ചിട്ടില്ലെന്ന്. നിങ്ങൾ പൊയ്ക്കോളൂ. അങ്ങനെയല്ല സർ. വന്ന ആളുടെ കഴിവൊന്നും മനസ്സിലാക്കിയാലേ. കഴിവൊന്നും മനസ്സിലാക്കി നിൽക്കാനുള്ള സമയമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് പറ്റില്ല സർ. ഏയ് ശ്യാമേ, നമ്മ ക്ഷമിക്കില്ലേ? കൃഷ്ണ തുളസിയുടെ പാട്ട് പാട്. പാട്.
ഇത്രയും ജ്ഞാനമുള്ള ശിഷ്യ എനിക്ക് അത്ഭുതമാണ്. എന്നെ ഗുരുവായി കിട്ടുന്നത് ശ്യാമയ്ക്കല്ല, ശ്യാമയെ ശിഷ്യയായി കിട്ടുന്നത് എനിക്കാണ് നേട്ടം. സത്യത്തിൽ നിനക്കൊരു ഗുരുവിന്റെ ആവശ്യമില്ല, പക്ഷേ എനിക്ക് നിന്നെപ്പോലൊരു ശിഷ്യയെ വേണം. നന്നായി വരട്ടെ. ചാർമിളെ കിട്ടുന്നില്ല, ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണെന്ന്. നീ എങ്ങോട്ട് പോവാ? ഞാൻ ഇങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാ. ഓ, എന്റെ ജീവിതം തീർന്നു. ഏതെങ്കിലും നാട്ടിൽ പോയി ആരും അറിയാതെ ജീവിക്കാൻ പോവാ. ഈ നാട്ടിൽ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ശരി, നീ പൊയ്ക്കോ. ഞാനും എവിടേക്കെങ്കിലും പോവാ. നമുക്ക് രണ്ടുപേർക്കും അങ്ങ് തീരാം. ഞാൻ പിന്നെ എന്ത് ചെയ്യണം മമ്മി? നീ എന്ത് ചെയ്യണമെന്നോ? നീ പാട്ടുകാരിയാവണം. നിന്നെ ലോകമറിയുന്ന ഒരു പാട്ടുകാരിയാക്കാനാ ഞാൻ ഈ കണ്ട കളികളൊക്കെ കളിച്ചത്. എന്നിട്ടിപ്പ എന്തായി? എല്ലാം കൂടെ കുഴപ്പത്തിലായി അല്ലേ? ശ്യാമയും പോയി, ചാർമിളയും പോയി. അത് ശരി, കുറ്റപ്പ എനിക്കായല്ലേ? പാടാൻ കഴിവില്ലാത്ത നിന്നെ വളഞ്ഞ വഴി സ്വീകരിച്ചിട്ടാണെങ്കിലും ഈ നില വരെ എത്തിച്ചു. അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയാക്കി. ഇത്രയും ചെയ്തു കൊടുത്തിട്ടും ചോദിക്കുന്നത് കേട്ടില്ലേ? ഇപ്പൊ എന്തായിന്ന്? വേണ്ട, ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല. നീ നിന്റെ രീതിയിൽ എന്തു വേണമെങ്കിലും ആയിക്കോ. മമ്മി, ഞാൻ മമ്മിയെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ടാ ഞാനിതൊക്കെ പറഞ്ഞ്. നിന്നെ ഇത്ര വരെ എത്തിക്കാൻ എനിക്കാവുമെങ്കിൽ ബാക്കി എന്ത് വേണമെന്നുള്ളതും എനിക്കറിയാം. നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ നടത്തണ്ടേ? അതിനു വേണ്ടിയിട്ട് ഒരു അഡ്വക്കേറ്റിനെ കാണണം, ചില കോൺട്രാക്ട് ഒക്കെ ഉണ്ടാക്കണം. അതിനു മുൻപ് നമുക്ക് ചില കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം? ദേ, മ്യൂസിക് ബിസിനസ് ലാഭമാണെന്ന് പറഞ്ഞ് എന്നെ ഇതിലേക്ക് ഇറക്കിയത് അരുന്ധതിയാ. എന്നിട്ട് ഇപ്പോ തീരുമാനം ഉണ്ടാക്കണോ? പറയുന്നത് കേക്കു ജഗൻ. ശ്യാമ നമ്മുടെ പിടിയിന്ന് പുറത്തുപോയി. ആ ചാർമിളയുടെ നീക്കങ്ങളും വ്യക്തമല്ല. എന്ത് വ്യക്തമല്ലെന്ന്? ദേ, ഇപ്പൊ തന്നെ അവളെ വിളിച്ചിട്ട് ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാ പറയാ. അവളുടെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്, അതുറപ്പാ. ചാർമിളെ കിട്ടാത്തത് കൊണ്ട് 1-2 ഷോസ് ഒക്കെ മാറിപ്പോയി. അപ്പോ അവളെ ഇവിടെ കിട്ടണം അല്ലേ? അതെ, അവളെ ഇവിടെ കൊണ്ടുവരണം. അവളെക്കുറിച്ച് വ്യക്തമായി ഒന്ന് അറിയണം. അതുപോലെ ആ ശ്യാമയുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ശ്യാമയുടെ കാര്യത്തിൽ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ, അവളെ അങ്ങ് അവസാനിപ്പിക്കുക. അത് തന്നെയാണ് ശ്യാമയുടെ കാര്യത്തിൽ തീരുമാനം. ശ്യാമയാണ് വിസ്മയ്ക്ക് വേണ്ടി പാടിയിരുന്നതെന്ന് ലോകത്ത് ആരും അറിയാൻ പാടില്ല. അതെ അങ്കിൾ, അവളെ അവസാനിപ്പിക്കണം. അത് തന്നെയാ വേണ്ടത്. അവള് ജീവിച്ചിരുന്ന ഒരു പേടി എപ്പോഴും നമ്മുടെ കൂടെ കാണും. രഹസ്യങ്ങളൊക്കെ അവള് വിളിച്ചു പറയൂന്ന്. ഒരു രഹസ്യവും അവളുടെ വായിന്ന് പുറത്തു വരാൻ പോകുന്നില്ല. അതിനു മുൻപ് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. അതുപോലെ തന്നെയാ ആ ചാർമിളയുടെ കാര്യം. ആദ്യം അവളെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് അവളുമായിട്ട് വ്യക്തമായ ഒരു കരാറുണ്ടാക്കാം. സത്യത്തിൽ ഇപ്പോഴാ ഒരു സമാധാനം കിട്ടിയത്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്നൊന്നും അറിയാതെ ആകെ കൈവിട്ട ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങള്. ഒന്നും പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. നമുക്ക് ഈ മ്യൂസിക് ബിസിനസ് ഗംഭീരമാക്കണം. ഈ ഫീൽഡിൽ നമ്പർ 1 ആകണം. ജഗൻ കൂടെയുണ്ടെങ്കിൽ നമ്മൾ എന്തും നേടും. ജഗൻ പറഞ്ഞതുപോലെ നമുക്ക് ശ്യാമയുടെ കാര്യത്തിൽ ഒരു അവസാന തീരുമാനം എടുക്കണം. അവള് പാടാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ ജീവിതം തന്നെ അവസാനിക്കും. അവളിനി ഒരിക്കലും പാടില്ല. ആ കമ്പനിയുടെ ജോലികളൊക്കെ ശ്രദ്ധിച്ച് ആ വഴി കൂടെ അവളങ്ങ് പോവും.
എന്തായാലും ശരി, ശ്യാമയുടെ നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും രീതിയിൽ അവൾ പാട്ടോ സംഗീതമോ ആയി ബന്ധപ്പെട്ടാൽ നമ്മൾ അടുത്ത ചൂട് വെക്കണം. ആദ്യം ആ ചാർമിളയെ പോക്കാം, എന്നിട്ട് അടുത്തത് എന്ത് വേണമെന്നുള്ളത് ആലോചിക്കുക. ശ്യാമയും വസുന്ധരയും തമ്മിൽ അകൽച്ചയില്ല. ആ അകൽച്ച കൂട്ടുന്ന കാര്യം ഐശ്വര്യ നോക്കിക്കോളും. ശ്യാമയെ നമ്മൾ തീർത്താൽ അതിന്റെ കുറ്റം കൊണ്ടിടേണ്ടത് വസുന്ധരയുടെ തലയിലായിരിക്കണം. അതിന്റെ അടിസ്ഥാനം നമ്മൾ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കണം. അമ്മേ, എന്താ മോളെ? സത്യം പറയാമേ, നേരെ ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഈ വീട്ടില് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നല്. അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ആ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുവാന്നാ എനിക്കിപ്പോ തോന്നുന്നേ. അമൃതയും ശ്യാമയും തമ്മിലുള്ള പിണക്കം മാറിയപ്പോ തന്നെ പകുതി ആശ്വാസമായി എനിക്ക്. ശരി, അവര് തമ്മിലുള്ള പിണക്കം മാറി, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ അവര് തമ്മിൽ പിണങ്ങാൻ എന്തായിരുന്നു കാര്യം? അത് പറ അമ്മ. ആ, അമ്മയ്ക്ക് ഉത്തരം മുട്ടിയല്ലേ? മറുപടിയില്ല. അമ്മേ, അമൃതേടത്തിക്കും ശ്യാമയ്ക്കും മാത്രം അറിയാവുന്ന എന്തൊക്കെയോ രഹസ്യങ്ങള്, വെറും രഹസ്യങ്ങളല്ല, മഹാരഹസ്യങ്ങള് ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ അരുണിനോട് ഇതൊക്കെ സൂചിപ്പിച്ചു. പക്ഷെ അരുണും ചുമ്മാ ഓരോ ന്യായീകരണങ്ങൾ പറയുക. അമ്മ, ഞാനും അമ്മയും അറിയാത്ത ചില രഹസ്യങ്ങള് ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. ഈച്ചയും ചക്കരയും പോലെ ഇരുന്ന അമൃതേടത്തെയും ശ്യാമയും ഒരു സുപ്രഭാതത്തില് അങ്ങ് തെറ്റുന്നു. അമൃതേടത്തെ വീട്ടിൽ നിന്ന് പോകുന്നു, കല്യാണം മുടങ്ങുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും വീണ്ടും ഭയങ്കര ഇഷ്ടം. അവര് രണ്ടുപേരും കൂടി പുറത്തെവിടേക്കോ പോകുന്നു. അവര് മാത്രമായിട്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുന്നുണ്ട്. അമ്മ, ഞാനിപ്പോ അരുണിനെ വിളിച്ചു. ശ്യാമയും അഖിയും ഇപ്പോ ഓഫീസിലില്ല. ഓഫീസിൽ പോകുന്നു പറഞ്ഞല്ലേ ശ്യാമ ഇവിടെ നിന്ന് ഇറങ്ങിയത്? അവര് ഓഫീസിൽ പോയിട്ടില്ല എന്നുള്ളത് സത്യമാണോ? അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യണോ? അമ്മ പറ, സത്യം ചെയ്യാം. അമ്മ ചോദിക്ക. ആഹാ, ഓഫീസിൽ നിന്ന് നേരത്തെ വന്നോ? കുറച്ച് അല്പം നേരത്തെ ഇറങ്ങിയമ്മേ. മോൾക്ക് ഓഫീസിൽ നിന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നോ? കുറച്ചുണ്ടായിരുന്നു. ആ, എന്താ അമ്മ? മോളൊരു കൈതാ. ഇത്രയും സുന്ദരമായിട്ട് കള്ളം പറയുന്നതിന് ഒന്ന് അഭിനന്ദിക്കണ്ടേ? അമ്മേ, അതോ? ഏത്? ഇന്ന് ഓഫീസിൽ പോയിരുന്നോ? സത്യം പറ. പോയില്ലമ്മേ. ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? അത് മതി. നിങ്ങളുടെ താലികെട്ട് നടത്താൻ മുന്നിൽ നിന്നത് ഞാനാ. ഞാൻ കാരണം ഉണ്ടായ വിഷമങ്ങള് ഞാനായിട്ട് തന്നെ തീർക്കാന്ന് കരുതി. അതിനിടയ്ക്ക് ഓരോ നാടകങ്ങളൊക്കെ നടത്തി ആ കല്യാണം ഒന്ന് മുടക്കി. എന്നിട്ടിപ്പോ എങ്ങാട്ടൊക്കെ പോയി വന്നിട്ട് ഓഫീസിൽ പോയി വന്നു എന്നുള്ള കള്ളവും. എന്താ അമ്മേ, എന്താ കാര്യം? ആ, രണ്ടാം കക്ഷി വന്നല്ലോ. ഇങ്ങോട്ട് വന്നേ.